11th question. അസേർഷൻ റീസൺ ആണ്. അതായത് അസേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരും. ഓക്കെ, അതിൻ്റെ റീസൺ തരും. അതായത് അസേർഷനും റീസണും മാച്ച് ആവുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, അതായത് ഞാൻ അസേർഷൻ തരുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ എൻ്റെ റീസണിലുള്ളത് എന്നുള്ളത് നമ്മൾ മാച്ച് ചെയ്യണം. അതെൻ്റെ അസേർഷനും അതായത് റീസണും ട്രൂ ആണെങ്കിലും ഇവ തമ്മിൽ യാതൊരു ലിങ്കും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവ തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ക്രിസ്റ്റോഫ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് അറൗണ്ട് ദി ക്ലോസ്ഡ് പാത്ത് ഈസ് 0. ഇപ്പോൾ ക്രിസ്റ്റോഫ് ലോ എന്താ പറയുന്നത്, ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് അറൗണ്ട് ദി ക്ലോസ്ഡ് പാത്ത് 0 എന്ന് എന്താണ് ക്രിസ്റ്റോഫ് ലോ പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് എന്താ പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഈസ് ദ ബേസിക്സ് ഓഫ് എന്താണ് ക്രിസ്റ്റോഫ് കറണ്ട് ലോ ആണോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണോ എന്താണ് ക്രിസ്റ്റോഫ് വോൾട്ടേജ് ലോൻ്റെ ബേസിസ് അല്ലല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് എന്ത് പറയുന്നത് ലോ എന്താണ് ക്രിസ്റ്റോഫ് ലോയുടെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റീസൺ ശരിയാണോ, റീസൺ തെറ്റാണ്. അസേർഷൻ ശരിയാണോ, അസേർഷൻ ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ ഈസ് ട്രൂ ബട്ട് ബി ഈസ് എന്താണ് ഫാൾസ് ആണ്. അതായത് ഏതാണ് എൻ്റെ ഓപ്ഷൻ സി ആണ്. ഇതും AP ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻസ് എക്സാമിന് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. 2 റെസിസ്റ്റൻസ് 10 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ടോട്ടൽ റെസിസ്റ്റൻസ് 2 10 ohm റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. പാരലായിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ എന്താ പറയുന്നത്, R/N അല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ എത്ര 10/2 എത്രയാണ് 5 ohm. ഓപ്ഷൻ എത്രയാണ് സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ് ഒരു ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിങ് ക്രിച്ച്ഓഫിൻ്റെ ലോ. ക്രിച്ച്ഓഫിൻ്റെ 2 ലോ ഉണ്ട്, എന്താണ് വോൾട്ടേജ് ലോയും കറണ്ട് ലോയും. വോൾട്ടേജ് ലോയും കറണ്ട് ലോയും വെച്ചിട്ട് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ക്രിച്ച്ഓഫ് കറണ്ട് ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്സ്. ക്ലോസ്ഡ് ലൂപ്സിനാണോ, കാരണം ക്ലോസ്ഡ് ലൂപ്സ് നമ്മൾ എവിടെയാണ് പറയുന്നത്, KVL പറയുന്നത് അല്ലേ. കറണ്ട് ലോയിൽ നമ്മൾ പറയുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. സെക്കൻഡ് ലോ, ക്രിച്ച്ഓഫ്സ് കറണ്ട് ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻ ഓർ നോഡ്സ്. ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ജംഗ്ഷൻ ഓർ നോഡ്. കറക്റ്റ് അല്ലേ, കാരണം നമ്മൾ ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ എന്താ പറയുന്നത്, ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ ഓർ നോഡ് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താണ് ശരിയാണ്. ഇനി ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്സ്. ക്ലോസ്ഡ് ലൂപ്സിനല്ലേ ആപ്ലിക്കബിൾ, കാരണം നമ്മൾ ക്രിച്ച്ഓഫിൻ്റെ വോൾട്ടേജ് ലോ എന്താ പറയുന്നത്, ക്ലോസ്ഡ് മെഷ് ഓർ ക്ലോസ്ഡ് ലൂപ്പ് ദി ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് പറഞ്ഞതാണ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് തേർഡ് എന്താണ് കറക്റ്റാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ, ദി ക്രിച്ച്ഓഫ് ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻസ് ഓർ നോഡ്. ജംഗ്ഷനും നോഡിനും KVL ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ല. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയുള്ളത്, 2ഉം 3ഉം. അതായത് എത്രയാണ് 2ഉം 3ഉമാണ് കറക്റ്റ്. അതായത് ഓപ്ഷൻ A ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ. ഇത് സബ് എഞ്ചിനീയർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഇഫ് എ 2 ഐഡൻറ്റിക്കൽ 4 ആംപിയർ 2 ohm നോട്ട് ആൻ ഈക്വലന്റ് സർക്യൂട്ട്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ പോളാരിറ്റീസ് ടു ലൈക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്താണ് ഒരേ ഡയറക്ഷനിലാണ് എന്ന് പറയുന്നത്. രണ്ടും ഒരേ ഡയറക്ഷനാണ്, എന്താണ് കറണ്ട് സോഴ്സിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നാണ് ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. ദ കമ്പൈൻഡ് നോട്ട് ആൻ ഈക്വലന്റ് സർക്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലോ. നോട്ട് ആൻ ഈക്വലന്റ് സർക്യൂട്ട് എന്താ, അതായത് 4 ആംപിയർ 2 ohm എന്ന് പറയുന്ന ഒരു സോഴ്സും 4 ആംപിയർ 2 ohm എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സോഴ്സ് ഞാൻ എന്തായിട്ടാണ് കണക്ട് ചെയ്തത്, പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, രണ്ട് കറണ്ടും എന്താണ്, ഞാൻ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 4 ohm ഈ 4 ohm ഞാൻ അടുപ്പിച്ച് എഴുതാമെന്നിരിക്കുക. കാരണം രണ്ടും പാരലല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം അല്ലേ. എനിക്ക് എന്ത് ചെയ്താം, അടുപ്പിച്ച് എഴുതാമല്ലോ രണ്ടും അല്ലേ. ഞാൻ അടുപ്പിച്ച് എഴുതിയത് ഇങ്ങനെ എനിക്ക് റീഡ്രോ ചെയ്യാലോ. 4 ആംപിയർ എഴുതാമല്ലോ. 4 ആംപിയർ. ബാക്കിയുള്ള രണ്ട് കറണ്ട് സോഴ്സ് എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 2 ohm പാരലൽ ടു 2 ohm എഴുതാമല്ലോ.
നോക്കി 4 ആംപിയറും 4 ആംപിയറും എങ്ങനെയാണ് വരിക? കാരണം ഇവിടുന്ന് 4 ആംപിയറും വരുന്നുണ്ട്, ഇവിടുന്ന് 4 ആംപിയറും വരുന്നുണ്ട്. സോ ടോട്ടൽ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? 8 ആംപിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് 4 ആംപിയറിനെ എനിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഒരു 8 ആംപിയർ വെച്ച് റീപ്ലേസ് ചെയ്യാം. നോക്കി, ഇനി രണ്ട് 2ഉം എന്താ? പാരലൽ അല്ലേ? 2ഉം പാരലൽ. അതായത് അപ്പം നമ്മൾ പറഞ്ഞ എന്താ? R/N എന്ന് പറയുന്ന ഫോമുല അപ്ലൈ ചെയ്യും. അതായത് 2/2 എത്ര വരും? 1 ഓം. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. സോ എൻ്റെ ആൻസർ എന്താ? 8 ആംപിയർ ഇൻ പാരലൽ വിത്ത് 1 ഓം. അതായത് എന്താ? 8 ആംപിയറും 1 ഓം. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂപ്പർപോസിഷൻ തിയറം ഈസ് എസെൻഷ്യലി ബേസ്ഡ് ഓൺ ദി കൺസെപ്റ്റ് ഓഫ്. സബ് എഞ്ചിനീയറിംഗ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡുവാലിറ്റി ആണോ? അല്ല. റെസിപ്രോസിറ്റി ആണോ? അല്ല. നോൺ ലീനിയാരിറ്റി ആണോ? അല്ല. ഒരിക്കലും അല്ല. കാരണം നമ്മൾ എല്ലാ തിയറംസും നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ലീനിയർ സർക്യൂട്ടിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ലീനിയാരിറ്റി. ബാക്കിയുള്ള ഓരോ ഓപ്ഷനും എന്തല്ല? മാച്ച് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ഡി സി സോഴ്സ് ഹാവിങ് ആൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഓഫ് 24 വോൾട്ട് ആൻഡ് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 1.2 ഓം ഈസ് കണക്റ്റഡ് ടു എ ലോഡ് റെസിസ്റ്റൻസ് ഓഫ് RL. അങ്ങനെയാണെങ്കിൽ മാക്സിമം പവർ എത്രയാണ്? അതായത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എന്താ? എനിക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് 24 വോൾട്ട്. അത് തന്നെ സീരിയസ് ആയിട്ട് എന്തുണ്ട്? ഒരു 1.2 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഈ രണ്ട് പോയിൻ്റ് അക്രോസ് ഞാൻ എന്ത് കണക്ട് ചെയ്യും? ഒരു ലോഡ് കണക്ട് ചെയ്യും. ആ ലോഡിൻ്റെ മാക്സിമം പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. വീണ്ടും നമ്മളെന്താ കാണേണ്ടത്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറമാണ് പിന്നെയും വരുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? RL = RTh ആയിരുന്നില്ലേ? അപ്പോൾ മാക്സിമം പവറിൻ്റെ ഫോർമുല എന്നായിരുന്നു? VTHൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എത്രയാണ്? 4 ടൈംസ് RTh അല്ലേ? VTH എത്രയാ? 24ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1.2. അപ്പോൾ എനിക്ക് എന്തെഴുതാം? 24 ഇൻറ്റു 24 ദ ഹോൾ ഡിവൈഡ് ബൈ എത്രയാ? 4 ഇൻറ്റു 1.2. 6 എഴുതാലോ. ഇതിന് മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 1.2 എന്താവും? മുകളിൽ താഴെ 10 വെച്ച് മൾട്ടിപ്ലൈ എന്ത് ചെയ്യും? 1.2 എന്താവും? എന്തായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? 12 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞേ, എത്ര വരും? 2. അപ്പോൾ 6 ഇൻറ്റു 2 ഇൻറ്റു 10 എത്ര വരും? 120. 120 വാട്ട്സ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്യാവശ്യം മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ, അതായത് കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് ആൻസർ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് ഫോർ ദി നെറ്റ്വർക്ക് ഷോൺ കൺസിസ്റ്റ് ഓഫ് ഡാഷ് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ്. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്താ നമുക്ക് തന്നേക്കുന്നത് എന്താ? ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസ്, വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസ്. നമുക്ക് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നോർമൽ കണ്ടീഷനിൽ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായിട്ടാണ് ചെയ്യുക? ഫസ്റ്റിനെ ഞാൻ എന്ത് ചെയ്യും? ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. എൻ്റെ 5 ഓം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതിനെ ഞാൻ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇങ്ങനെ എനിക്ക് കൺവേർട്ട് ചെയ്യാമല്ലോ അല്ലേ? പറഞ്ഞേ, ഇതിൻ്റെ വാല്യൂ എത്ര? ഇതെത്ര? 5 ഓം. ഇതെത്ര? A. ഇതെത്ര? B. പറഞ്ഞേ, എനിക്ക് എന്താ കണ്ടേ? കറണ്ട് അല്ലേ കണ്ടേ? കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ എത്ര വരും? 8 ആംപിയർ. ഇതെത്രയാണ്? ഈ പാരലൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര വരും? എന്താണോ RTh അത് തന്നെ വരും. ഇനി നെക്സ്റ്റ്, ഈ കറണ്ട് എത്രയാണ്? 3 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 1.5 ആംപിയർ. ഇനി ഈ പാരലൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഓം അല്ലേ? കിട്ടിയില്ലേ? നോക്കിയേ,
ഇനി എന്താ, എൻ്റെ രണ്ട് കറണ്ട് സോഴ്സിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ അല്ലേ. ഇതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? ഞാൻ 8 ആമ്പിയർ എടുത്തു. അതിന് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്തു? അടുത്ത കറണ്ട് സോഴ്സ് വെച്ചു. ഒരേ ഡയറക്ഷൻ തന്നെ. എത്ര വരും? 1.5 ആമ്പിയർ. പിന്നെ എന്താ, ഒരു 1 ഓം. ആ 1 ഓമിന് പാരലായിട്ട് എന്ത് വരയ്ക്കും? ഞാൻ ഈ 2 ഓം വരയ്ക്കും. പിന്നെ എന്താ എനിക്കുള്ളത്? എയും എന്താ പിയും. സോ എന്താ എനിക്ക് കിട്ടുക? 5 ഓം. നോക്കി, 8ഉം 1ഉം അല്ലേ. ഇവിടുന്ന് 8 ആമ്പിയർ വരുന്നു, ഇവിടുന്ന് എത്ര വരുന്നു? 1.5 ആമ്പിയർ വരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വരും? 8 + 1.5 എത്ര വരും? 9.5 ആമ്പിയർ. ഇനി 1ഉം 2ഉം പാരലല്ലേ. സോ 1 × 2 / 1 + 2 എത്ര വരും? 2/3. സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലാസ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? 9.5 ആമ്പിയർ ഇൻ പാരലൽ വിത്ത് എത്രയാണ്? 2/3 ഓം. പിന്നെ എനിക്ക് എന്നുള്ള ഒരു എയും ബിയും അല്ലേ. ഇപ്പോൾ എത്രയാണ്? 5 ഓം. പറഞ്ഞപ്പോൾ നോട്ട് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്ര വരും? നോട്ട് ഈക്വലൻ്റ് കറണ്ട് എത്ര വരും? 9.5 ആമ്പിയർ. നോട്ട് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്ര വരും? 2.3 ഓം. ആൻസർ എത്രയാണ്? എ ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര നല്ല ലെവലിൽ എമൗണ്ട് ഓഫ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫ്ലോർ അല്ലെങ്കിൽ ഏറ്റവും ഫൗണ്ടേഷൻ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ലാസ്റ്റ് എക്സാം AP എക്സാമിന് നല്ല കണ്ടാണല്ലേ. കാരണം എല്ലാം വളരെ വളരെ എക്സ്ട്രീം ലെവൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. സോ നമുക്ക് എല്ലാ ലെവലിലും നമുക്ക് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രോബബ്ലി എല്ലാ ക്വസ്റ്റ്യൻസും ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ വളരെ പാടായിട്ട് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വളരെ സിമ്പിളാണ്. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. ഓക്കെ, നോക്കിക്കേ. ഇൻ ദി സർക്യൂട്ട് ഷോൺ ബിലോ ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് V1 ആണ് ക്വസ്റ്റ്യൻ. V1 എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ക്രിച്ചോഫിൻ്റെ കറണ്ട് ലോ ആ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തോന്നുമല്ലേ പെട്ടെന്ന്. നോക്കിയേ, ഇവിടുന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ അനലൈസ് ചെയ്യാം. അതായത് ഇവിടുന്ന് I എന്ന് പറയുന്ന ഒരു കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ. ഈ കറണ്ട് അല്ലേ I എന്ന് പറയുന്നത്. സോ I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ വന്നപ്പോൾ അത് 2 പാത്ത് കാണുന്നുണ്ടല്ലേ സ്പ്ലിറ്റായി പോകാനായിട്ട്. കറണ്ട് എപ്പോഴും എന്താ പ്രിഫർ ചെയ്യുന്നത്? ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്താണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും കറണ്ട് കാണുന്നത് എന്താ? ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്തും കാണുന്നുണ്ട്, ഒരു കറണ്ട് സോഴ്സും ഇൻ സീരീസ് റെസിസ്റ്റൻസ് ആയിട്ടല്ല ഒരു പാത്ത് കാണുന്നത്. സോ എപ്പോഴെങ്കിലും കറണ്ട് ഇങ്ങോട്ട് പോവുമോ? ഒരിക്കലും കറണ്ട് ഇങ്ങോട്ട് പോകില്ല. ഈ വരുന്ന കറണ്ട് I മുഴുവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? I എന്ന് പറയുന്ന കറണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഈ സർക്യൂട്ടിനകത്ത് I എന്ന് പറയുന്ന കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ചെന്ത് പറയണം? I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ തിരിച്ചു വരണം. സോ എങ്ങനെയാണ്? ഇവിടെ വന്നതിന് ശേഷം ഈ I എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ പോകുന്നു. സോ ഈ ലൂപ്പിൽ കൂടി മാത്രം പോകുന്ന കറണ്ടാണ് I. ഈ ലൂപ്പിൽ കൂടെ മാത്രം പോകുന്ന കറണ്ടാണ് I. ഓക്കെ, സോ നമുക്ക് ഇനി എന്താ അപ്ലൈ ചെയ്യാം? ക്രിച്ചോഫിൻ്റെ എന്താ അപ്ലൈ ചെയ്യാം? വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എത്ര വോൾട്ടേജ് സപ്ലൈ ചെയ്തോ അത്രയും വോൾട്ടേജ് കൺസ്യൂം ചെയ്യും. നോക്കി, ഫസ്റ്റ് മെഷിനോട് നമുക്ക് എഴുതാം. നമുക്ക് എത്ര വോൾട്ടേജ് സോഴ്സ് ഉണ്ട്? 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലേ. ഫസ്റ്റ് വോൾട്ടേജ് സോഴ്സ് എന്താ ചെയ്യുന്നത്? എൻ്റെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വോൾട്ടേജ് സോഴ്സ് എന്താ ചെയ്യുന്നത്? സപ്ലൈ അല്ലേ ചെയ്യുന്നത് അല്ലേ. സെക്കൻഡ് വോൾട്ടേജ് സോഴ്സ് എന്താ ചെയ്യുന്നത്? കൺസ്യൂം അല്ലേ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കറണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് എന്താ ചെയ്യുന്നത്? പവർ എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എവിടെ എഴുതും? കൺസെപ്ഷൻ്റെ സൈഡിൽ എഴുതും. 2K എന്ന് പറയുന്ന എന്താണ്? റെസിസ്റ്ററാണ്. റെസിസ്റ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല, പവർ എന്ത് ചെയ്യില്ല, ജനറേറ്റ് ചെയ്യില്ല. എപ്പോഴും എന്ത് ചെയ്യണം? കൺസ്യൂം മാത്രമേ ചെയ്യത്തുള്ളൂ. സോ എനിക്ക് എന്ത് എഴുതാം? 0.5 പ്ലസ് എത്ര എഴുതാം? 2 കിലോ ഇൻറ്റു I എഴുതാം. ഓക്കെ, സോറി 0.5 അല്ല, എഴുതാം. നമ്മളൊരു ടേം വിട്ടുപോയല്ലേ. 75 = 0.5 V1 പ്ലസ് എത്ര എഴുതാണ്? എന്തെഴുതാം? 2K ഇൻറ്റു I എഴുതാം അല്ലേ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം?
എന്താ എഴുതാൻ പറ്റുന്നത്? ഈ മെഷല്ലേ, ഈ മെഷിൽ V1 എന്ന് പറയുന്നത് എത്ര? 8 ഓമിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അല്ല എന്തെന്ന് പറയുന്നത്? V1 എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് V എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൽ കൂടി പോകുന്ന കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അല്ലേ, അതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? I അല്ലേ, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 8K അല്ലേ. സോ V1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? I × 8K അല്ലേ. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 5 = 0.5 V1, സോറി എത്ര കിട്ടും? V1 = 0.5 അല്ലേ. സോ = 0.5 × I × എത്രയാണ്? 8K + 2K × I കിട്ടും. നോക്കിയേ, 0.5 × 8 എത്രയാണ് കിട്ടുന്നത്? എനിക്ക് എത്ര കിട്ടും? 4 കിട്ടും അല്ലേ. അപ്പോൾ 4 + 2 എത്രയാണ്? 6K. 6K × I കിട്ടും. സോ I = എനിക്ക് എത്രയാണ്? 75 / 6K. K എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോയാണ് കേട്ടോ. ഞാൻ ഈ Kനെ ഒന്നും കൺവേർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, യാതൊരു സാധനം ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് കറണ്ട് എനിക്ക് വോൾട്ടേജ് ഒക്കെ എനിക്ക് എത്ര എടുക്കുന്നത്? വെറും യൂണിറ്റല്ലേ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ സമയം നമ്മുടെ അനാവശ്യമായിട്ടുള്ള കാൽക്കുലേഷൻ നമ്മൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. സോ V1 ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. V1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 8K × I അല്ലേ. സോ V1 എനിക്ക് എന്ത് എഴുതാം? I എത്രയാണ്? 75 / 6 × എത്രയാണ്? 6K × 8K ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? Kയും ക്യാൻസൽ ആയപ്പോൾ സോ 75 × 8 / 6 ആണ്. ക്യാൻസൽ ചെയ്യാമല്ലോ. 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്ര വരും? 25 വരും അല്ലേ. 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 വരും. സോ 25 × 4 എത്ര വരും? 100. സോ ഓപ്ഷൻ A is the correct answer. Next question. ഗേറ്റ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫൈൻഡ് ദി പവർ സപ്ലൈഡ് ബൈ 25 വോൾട്ട് സോഴ്സ്. അതായത് 25 വോൾട്ട് സോഴ്സ് സപ്ലൈ ചെയ്യുന്ന പവറാണ്. അതായത് എന്ത് ചെയ്യണം? കറണ്ട് ഇവിടുന്ന് ലീവ് ചെയ്യണം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണേണ്ട പവർ സപ്ലൈഡ് = 25 × ഇവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് എന്താണെന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ, I. സോ നമ്മുടെ ഇഷ്യൂ എന്താണ്? I എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കി, ഇതൊരു ഫുൾ മെഷല്ലേ, ഓക്കെ. ആ മെഷിൽ എത്രയാണ്? 25 വോൾട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. 25 വോൾട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ 17 വോൾട്ട് ഇവിടെ ഡ്രോപ്പായി. അങ്ങനെയാണെങ്കിൽ ബാക്കി 8 വോൾട്ട് എവിടെ ഡ്രോപ്പ് ആവണം? ഇവിടെ ഡ്രോപ്പ് ആവണ്ടേ അല്ലേ. എന്നാലല്ലേ 17 + 25 = എന്ത്? 17 + 8 = എത്ര കിട്ടുള്ളൂ? 25 കിട്ടുള്ളൂ. സോ ഈ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന മീൻസ് ഈ റെസിസ്റ്റൻസിൽ കൂടെ വോൾട്ടേജ് എത്ര വരണം? R2 അക്രോസുള്ള വോൾട്ടേജ് എത്ര വരണം? 8 വോൾട്ട് വരണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. R2 അക്രോസുള്ള വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ട്. ഇനി കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം നമുക്കിത്? നോക്കി, ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് വരുന്നുണ്ട്. I എന്ന് പറയുന്ന കറണ്ട് നമുക്കിവിടെ വന്നു. ഇവിടെ നിന്ന് എത്ര വരുന്നുണ്ട്? 0.4 I വരുന്നുണ്ടല്ലേ. നമുക്ക് 8 വോൾട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ 8 വോൾട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നിന്ന് I വരുന്നു, ഇവിടെ 0.4 I വരുന്നു. രണ്ടിൻ്റെ കൂടി സം എങ്ങോട്ട് വരുന്നു? ഇതിൻ്റെ കൂടെ താഴത്തേക്ക് പോകുന്നുണ്ടല്ലേ. അതായത് നമുക്ക് എങ്ങനെയാണ്? I എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ വരുന്നു, 0.4 I എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ വരുന്നു. രണ്ടിൻ്റെയും കൂടെ സം എങ്ങോട്ട് വരുന്നു? താഴത്തേക്ക് വരുന്നു, 14 ആംപിയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു? ക്രിച്ചോഫിൻ്റെ കറണ്ട് ലോ അപ്ലൈ ചെയ്താലോ? സം ഓഫ് ഇൻകമിങ് കറണ്ട് = സം ഓഫ് ഔട്ട്ഗോയിങ് കറണ്ട്. സോ സം ഓഫ് ഇൻകമിങ് കറണ്ട് എത്രയാണ്? I + 0.4 I = എത്രയാണ്? താഴത്തേക്ക് പോകുന്ന കറണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 14 ആംപിയർ. സോ 1.4 I = എത്രയാണ്? 14 ആംപിയർ. സോ I = എത്ര നമുക്ക് കിട്ടും? 10 ആംപിയർ കിട്ടും അല്ലേ. I = 10 ആംപിയർ കിട്ടും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. പവർ = എത്ര? 25 × 10 എത്ര വരും? 250 വാട്ട്. സോ ദ ആൻസർ ഈസ് B.